നമസ്കാരം കുട്ടികളെ. ഇന്നലത്തെ പാഠഭാഗം എല്ലാവരും വായിച്ചു നോക്കിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരല്പം വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഇന്നലെ കിളിയോട് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം, ഇഷ്ടപ്പെട്ടതെല്ലാം തന്ന് നിന്നെ വേണ്ട രീതിയിൽ നീ എനിക്ക് വേണ്ടി കഥ പറയണം, അതിനു വേണ്ടി ഇഷ്ടപ്പെട്ടതെല്ലാം കിളിക്ക് കൊടുക്കുന്നു. ഒക്കെ കഴിക്കൂ, കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് വേണ്ടപ്പെട്ട ഭോജ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇവിടെ എഴുത്തച്ഛൻ തയ്യാറാക്കുന്നുണ്ടല്ലേ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭീഷ്മസമാനനരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തെന്നു ചെയ്തതു ചൊല്ലു നീ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനനൻപോടു സേനാപതിയാക നീ എന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറയുകില്ലാരോടും. ഭീഷ്മസമാനനരിനിവഹത്തിന് ഭീഷ്മസമാനൻ ആരാണ്? ഭീഷ്മസമാനൻ, ഭീഷ്മർക്ക് തുല്യനായിട്ടുള്ളവൻ. ഭീഷ്മർക്ക് തുല്യനായവൻ ഭീഷ്മർ തന്നെയാണ്. അപ്പോൾ അരിനിവഹത്തിന് ഇനി വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഭീഷ്മർ അവരോടൊപ്പമുള്ള അല്ലെങ്കിൽ ഭീഷ്മരോട് തന്നെ കിടപിടിക്കാവുന്ന ആളാണ് അവിടെ അർജുനൻ. അർജുനൻ വില്ലാളി വീരനാണ്. അപ്പം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനനുമായി ഉള്ള യുദ്ധത്തിലാണ് ഭീഷ്മർ ശരശയ്യയിലായി മാറുന്നത്. അതും ഇവിടെ സൂചിതമാണ്. ഭീഷ്മസമാനൻ അരിനിവഹം, അരി ശത്രു, ഭീഷ്മസമാനൻ ഭീഷ്മർക്ക് തുല്യൻ. 2 രീതിയിൽ പറയാം. ഭീഷ്മർക്ക് തുല്യർ ഭീഷ്മർ മാത്രം. പക്ഷെ വില്ലാളി വീരനായ അർജുനനോടുള്ള യുദ്ധത്തിലാണ് ഭീഷ്മർ അങ്ങനെ വീണുപോയതും. അപ്പോൾ ഈ ശത്രുക്കളോട് കൂടി ഉള്ള ആ യുദ്ധത്തിൽ ഭീഷ്മസമാനൻ അരിനിവഹത്തിനു, അരി മീൻസ് ശത്രു, നിവഹം കൂട്ടം, ഭീഷ്മസമാനനായിട്ടുള്ള ശത്രുക്കളുടെ മുൻപിൽ തോറ്റു വീണു. ആര്? ഭീഷ്മസമാനനായിട്ടുള്ള ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അവിടെ അർജുനനെയാണ്. കാരണം അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ഉള്ള ആ യുദ്ധത്തിലാണ് ആര് വീണുപോയത്? ഭീഷ്മർ വീണുപോയത്. അങ്ങനെ ഭീഷ്മരെ അർജുനൻ ശരശയ്യയിലാക്കുകയാണ് ചെയ്യുന്നത്. അമ്പുകൊണ്ടുള്ള കിടക്കയിൽ, അതായത് ഇങ്ങനെ തലയൊക്കെ വെച്ച് നേരെ ആ കിടക്കാൻ ഭാഗത്തിന് ആ ശരശയ്യയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഭീഷ്മസമാനൻ ഭീഷ്മർക്ക് തുല്യം, ഭീഷ്മർ മാത്രം. ഞാൻ എടുത്ത് വീണ്ടും പറയാണ്, ഭീഷ്മസമാനൻ ഭീഷ്മർക്ക് തുല്യനായവൻ അത് ഭീഷ്മർ തന്നെയാണ്. അങ്ങനെയുള്ള ഭീഷ്മർ എന്താണ്? ഭീഷ്മസമാനനരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ. ഭീഷ്മർക്ക് തുല്യം ഭീഷ്മർ തന്നെയാണ്. എങ്കിലും ശത്രു സമൂഹത്തിനാൽ ഭീഷ്മർക്ക് തുല്യരായിട്ടുള്ള ശത്രു സമൂഹം തന്നെയാണ് നമ്മുടെ അർജുനൻ നയിക്കുന്ന, ശിഖണ്ഡിയെ മുൻനിർത്തി നയിക്കുന്ന ആ സൈന്യം. ആ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ചെയ്യുന്ന ആ യുദ്ധത്തിൽ ഭീഷ്മരെ വീഴ്ത്തി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഭീഷ്മർക്ക് തുല്യം ഭീഷ്മരെ പോലെ തന്നെയായിട്ടുള്ള ഒരുത്തനാണ് ഇവിടെ അർജുനൻ. അപ്പം അർജുനനോട് തോറ്റു എന്നർത്ഥം. അങ്ങനെ വീണു. എങ്ങനെ വീണു? ശരശയനത്തിന്മേൽ വീണാറെ, അമ്പ് കൊണ്ടുള്ള കിടക്ക അതിലാകെ വീണു എന്ന് പറയുന്നു. വീണാറെ, വീണപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ വീണപ്പോൾ 100 പേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ. അപ്പം ഇങ്ങനെ ഭീഷ്മസമാനനായിട്ടുള്ള ഭീഷ്മർ അല്ലെങ്കിൽ ഭീഷ്മസമാനനായിട്ടുള്ള ശത്രു സമൂഹത്തിനോടുകൂടി യുദ്ധം ചെയ്ത് ശരശയ്യയിൽ വീണിട്ടുള്ള ഭീഷ്മർ, അദ്ദേഹത്തിന് സൈന്യത്തിൻ്റെ അധിപനായിരുന്നു. സൈന്യാധിപന് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ട അല്ലേ. അപ്പം അങ്ങേര് വീണുപോയി. ആ വീണ് കഴിഞ്ഞപ്പോൾ 100 പേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ. അതാര് പറയുന്നു? കവി ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? കിളിയോട്. അപ്പം ഇങ്ങനെ ഭീഷ്മർ വീണപ്പോൾ 100 പേർ, ദുര്യോധനനടങ്ങിയ ആ 100 പേര് എന്ത് ചെയ്ത് കാണുമെന്ന് ചൊല്ലു നീ.
കിളിയോട് പറയാൻ പറയുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാം. എങ്ങനെ വരും? 100 പേരെന്തൊന്ന് ഭീഷ്മ സമാനനരിനിവകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ. തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്താന്നു 100 പേരെന്തെന്നു ചെയ്തതു ചൊൽക നീ. അതായത് ഭീഷ്മസമാനൻ എന്നുദ്ദേശിക്കുന്ന ഭീഷ്മരെയാണ്. ശത്രു സമൂഹം ആരാണിവിടെ? ശത്രു സമൂഹം എന്താണ്? അർജുനനെ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ നയിക്കുന്ന സൈന്യം. അതിനു മുന്നിൽ വീണാതാരാണ്? ഭീഷ്മര് വീണു. എങ്ങനെ? ശരശയ്യയിലായി. അങ്ങനെ വീണപ്പോൾ 100 ദുര്യോധനാദികളാകിയ 100 പേര് അവരുടെ കഥ പിന്നത്തെ സൈന്യത്തിൻ്റെ അധിപൻ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള അവരുടെ അവസ്ഥ എന്തെന്ന് പറയൂ എന്ന് കവി, അതായത് കവി കിളിമകളോട് പറയാണ്. അപ്പൊ കിളി എന്താ പറഞ്ഞേ? ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട്. ഈ 100 മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കിളി പറഞ്ഞു, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു. ഇത് മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒട്ടൊട്ടു, കുറച്ച് ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. ഇത് മുഴുവൻ എനിക്ക് പറയുക ആവതില്ല എങ്കിലും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് പറയാം. കനക്കെ ചുരുക്കി, ഒന്നും വിട്ടുപോകാതെയും ഒതുക്കിക്കൊണ്ടും. അതായത് ബ്രീഫായിട്ട് ചുരുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് കിളിമകൾ പറയുകയാണ്. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എനിക്ക് മുഴുവൻ ചൊല്ലാനൊന്നും പറ്റില്ല എങ്കിലും ഞാൻ നിന്നോട് മുഴുവൻ പറഞ്ഞു തരാം എന്ന് കിളിമകൾ കവിയോട് പറയുന്നു. കനക്കെ ചുരുക്കി, അതായത് ഞാൻ എങ്ങനെ കനക്കെ ചുരുക്കി എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നും വിട്ടുപോകാതെയും അതുപോലെ തന്നെ ഒന്ന് ഒതുക്കിക്കൊണ്ടും. നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയില്ലേ, അങ്ങനെ പറഞ്ഞു തരാമെന്ന് പറയുന്നു. വൻപനാം കർണനോടാശു സുയോധന അൻപോടു സേനാപതിയാക നീയെന്നാൻ. വൻപനാം വലിയവനായ കർണനോടാശു, ആ വലിയവനോടായ കർണനോട് ആശു പെട്ടെന്ന് സുയോധനൻ, ആരാണ് സുയോധനൻ? ദുര്യോധനൻ. അൻപോടെന്ന് വെച്ചാൽ സ്നേഹത്തോടെ, സേനാപതിയാക നീ എന്നാൻ, നീ സേനാപതിയാകൂ എന്ന് പറഞ്ഞു. അപ്പം ഭീഷ്മർ ശരശയ്യയിലായി കഴിഞ്ഞപ്പോൾ, ശരശയ്യയിൽ വീണ് കഴിഞ്ഞപ്പോൾ എന്താണ്? കർണനാകുന്ന വലിയവനോട്, പിന്നെ അടുത്ത വലിയവനായിട്ടുള്ളവൻ കർണനാണ്. കർണനോട് പറയുകയാണ്, വൻപനാം കർണനോട് ആശു പെട്ടെന്ന് ആര് പറഞ്ഞു? വൻപനാം കർണനോട് ആശു സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്ന്. ഇവിടെ നീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? കർണനോടാണ് ഭീഷ്മർക്ക് പകരമായി സേനാപതിയാകാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പം എങ്ങനെ പറയണം? ഭീഷ്മസമാനനരിനിവകത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ. തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊൽക നീ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടിട്ട് ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാകെ നീ എന്നാൻ. ഭീഷ്മസമാനൻ, ഭീഷ്മർക്ക് തുല്യരായിട്ടുള്ള, ഭീഷ്മർ മാത്രമേ ഉള്ളൂ എങ്കിലും ഭീഷ്മരോട് തുല്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തുലനാവസ്ഥയിൽ യുദ്ധം ചെയ്തത്, ഒപ്പത്തിനൊപ്പമുള്ളവരോടാണ് യുദ്ധം ചെയ്തത് ആരാണ്? അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ്. ആ യുദ്ധത്തിൽ ഭീഷ്മര് ശരശയ്യയിലായി. അപ്പോൾ അങ്ങനെ സേനാപതിയായ ഭീഷ്മർ ശരശയ്യയിൽ ആണ്ട് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് സുയോധനൻ എന്തു ചെയ്തു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നീ ഒന്ന് പറയേ. 100 പേരെന്ത് ഈ സേനാപതി വീണ് കഴിഞ്ഞപ്പോൾ ആ 100 സുയോധനാദികളായിട്ടുള്ള ദുര്യോധനാദികളായിട്ടുള്ള അവർ പിന്നെ എന്ത് ചെയ്ത് കാണും എൻ്റെ കിളിമകളെ, നീ ഒന്ന് പറയൂ എന്ന് കവി കിളിയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ കിളി പറയാന്ന്, എല്ലാം ഒന്നും എനിക്ക് ചൊല്ലാൻ പറ്റില്ല എങ്കിലും ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ അല്പാൽപമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് വൻപനാം കർണനോടാശു, വലിയവനായ കർണനോട് ആശു പെട്ടെന്ന് സുയോധനൻ അൻപോടെ പറഞ്ഞു, സ്നേഹത്തോടു കൂടി പറയുകയാണ്. എന്ത്? സേനാപതിയാക നീ എന്നാൻ, നീ സേനാപതിയാകൂ കർണ എന്ന് പറഞ്ഞു. സുയോധനൻ പറഞ്ഞ, ദുര്യോധനനും സുയോധനും ഒരാളാണ്, പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.